എന്നാൽ ഈ സമത്വസുന്ദരമായ സമൂഹം നേടുന്നതിന് വേണ്ടി ഇവിടുത്തെ എല്ലാ ജാതികളിലും പെട്ട ആൾക്കാർ, ഇപ്പോൾ നാടാർ സമുദായത്തിൽ നിന്ന് അയ്യ വൈകുണ്ഠ സ്വാമികൾ, ഈഴവ സമുദായത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവൻ, നായർ സമുദായത്തിൽ നിന്ന് ചട്ടമ്പി സ്വാമി തിരുവടികൾ, അതുപോലെ പുലയ സമുദായത്തിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, അങ്ങനെ നിരവധി ആൾക്കാരുണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളായി അവതാര തുല്യരായി കടന്നു വന്നത്. ഇന്നും ആ പാരമ്പര്യം തുടരുന്നു എന്നുള്ളതിന്റെ ശക്തമായ തെളിവാണ് മാതാ അമൃതാനന്ദമയി ദേവി. അതായത് മുക്കുവ സമുദായത്തിൽ നിന്ന് വന്ന് ലോക മാതാവായി തീർന്നു. ഇതൊക്കെ ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സമയത്ത് കേരളത്തിലുണ്ടായ ഒരു സാമൂഹ്യ മാറ്റം ചരിത്രകാരന്മാർ മനഃപൂർവ്വം മറച്ചു വച്ചിരിക്കുകയാണ്. അതിതാണ്, ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം കോൺഗ്രസിൽ ചേർന്നു. 1947 മുമ്പുള്ള മനോരമ പത്രവും ദീപിക പത്രവും യാതൊരു സ്ഥലത്തും പ്രദർശിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും. 1947 ആഗസ്റ്റ് 15 മുമ്പ് വരെയുള്ള മനോരമ, ദീപിക പോലെയുള്ള പത്രങ്ങൾ ബ്രിട്ടനെയാണ് പിന്തുണച്ചിരുന്നത്. ഗാന്ധിജിയെ വിളിച്ചിരുന്നത് മിസ്റ്റർ ഗാന്ധി എന്നാണ്, മഹാത്മാഗാന്ധി എന്നല്ല. എന്നാൽ 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്ത ഒറ്റ ദിവസം കേരളത്തിലെ ബുദ്ധിമാന്മാരായിട്ടുള്ള ക്രൈസ്തവര് ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസ്സുകാരായി മാറി. അത് വലിയൊരു സംഘടിത മതമായതുകൊണ്ടും അന്താരാഷ്ട്ര മാനേജ്മെന്റ് ഉള്ളത് കൊണ്ടും മുസ്ലിങ്ങളെക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി അവരുടെ തലയ്ക്കകത്തുള്ളത് കൊണ്ടും പെട്ടെന്ന് മാറാൻ അവർക്കറിയാം. അതുകൊണ്ട് അവർ ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസ്സുകാരായി മാറി. എന്നാൽ കേരളത്തിന്റെ പാരമ്പര്യം ചരിത്രത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി വടക്ക് മുതൽ തെക്ക് വരെ കഷ്ടപ്പെട്ട ഹൈന്ദവർ ഒതുക്കപ്പെട്ടു. അവർക്ക് അധികാരം കിട്ടാതെ വരുന്നു. അവർക്ക് കോൺഗ്രസ് പാർട്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ക്രൈസ്തവർ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഉണ്ടായ ഒരു രാഷ്ട്രീയ പ്രതികരണമാണ് എന്നാ പിന്നെ ഞങ്ങൾ ഹിന്ദുക്കളായി കളയാം. അങ്ങനെ എന്നാ പിന്നെ ഞങ്ങൾ കോൺഗ്രസിനെതിരെ, ഈ ക്രിസ്ത്യൻ കോൺഗ്രസിനെതിരെ ഹിന്ദുക്കൾക്ക് ഒരു പാർട്ടി വേണം. അന്ന് കേരളത്തിൽ ജനസംഘം ഇല്ല, BJP ഇല്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇല്ല. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലെ ഹിന്ദുക്കളുടെ പ്രസ്ഥാനമായി ആരംഭിക്കുന്നത്. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാർ എല്ലാവരും തന്നെ സവർണ മേധാവികളാണ്. അത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങിയ ആൾക്കാരെ ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. പി കൃഷ്ണപിള്ള സവർണ മേധാവിയാണ്, പിള്ളയാണ്. EMS നമ്പൂതിരിപ്പാടാണ്, സവർണ മേധാവിയാണ്. C അച്യുതമേനോൻ മേനോനാണ്, സവർണ മേധാവിയാണ്. EK നായനാരാണ്, സവർണ മേധാവിയാണ്. അങ്ങനെ ഇന്ത്യയിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തിയത് സവർണ മേധാവികളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ 26 തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാൻ കേരളത്തിലും പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അവസരം ലഭിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഇവർ മുഖ്യമന്ത്രിയാക്കിയത് സവർണ മേധാവികളെ മാത്രമാണ്. ഏറ്റവും അവസാനമാണ് ഒരു അച്യുതാനന്ദനെയും ഒരു പിണറായി വിജയനെയും തന്ത്രപരമായ അടവ് നയത്തിന്റെ ഭാഗമായിട്ട് OBC വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാക്കിയത്. ബാക്കി മുഴുവൻ ബ്രാഹ്മണരും സവർണരും മാത്രമാണ്. 100 വർഷക്കാലത്തെ ചരിത്രത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരുടെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയതിൽ 5% പേര് പോലും സവർണ മേധാവികളല്ലാത്തവരില്ല. അതായത് ബ്രാഹ്മണർ, സവർണർ, ഇവരെയാണ് പോളിറ്റ് ബ്യൂറോയുടെ ചരിത്രത്തിൽ മുഴുവൻ കുത്തി നിറച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരെ വാഴിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവസരം കിട്ടിയത്. ആ 2 കേന്ദ്രമന്ത്രിമാരും ബ്രാഹ്മണരായിരുന്നു. ഇന്ത്യയിൽ ഒരു തവണ മാത്രമാണ് പാർലമെന്റ് സ്പീക്കറാകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവസരം കിട്ടിയത്. ആ പാർലമെന്റ് സ്പീക്കർ സ്ഥാനവും ബ്രാഹ്മണന് മാത്രമാണ് കൊടുത്തത്. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയം കൂടുതൽ കളയുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കോൺഗ്രസിനെ ക്രൈസ്തവര് കൈയടക്കുന്നതിന് ബദലായി ഉള്ള ഒരു ജനകീയ മുന്നേറ്റം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വടക്കൻ മലബാറിലെയും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെയും തിരുവിതാംകൂർ ഭാഗത്തെയും ഹൈന്ദവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ഓടി അഭയം പ്രാപിക്കേണ്ടി വന്നത് എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ ഇതാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. അങ്ങനെ ഹിന്ദുക്കൾ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹിന്ദു ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ
ഇന്നും കേരള ജനസംഖ്യയിൽ 22%, ഹിന്ദു ജനസംഖ്യയിൽ അതിനേക്കാൾ കൂടുതലും ഉള്ള ഈഴവ സമുദായം, അതായത് ഈഴവ, തീയ, ബല്ലവ എന്നൊക്കെ പറയുന്ന ആ സമുദായം ആണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ ഉണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വളരെ ബുദ്ധിരാക്ഷസന്മാരായിരുന്നു. അതുകൊണ്ട് അവർ ചെയ്ത ഒരു തന്ത്രം, ഹിന്ദുക്കളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈഴവ ജനവിഭാഗത്തെ ഒപ്പം നിർത്താൻ വേണ്ടി അവർ സവർണ മേധാവിത്വം, ബ്രാഹ്മണ മേധാവിത്വം എന്നൊക്കെ പറയുന്ന വലിയ ആശയങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. സത്യത്തിൽ കേരളത്തിൽ സവർണ മേധാവിത്വമോ ബ്രാഹ്മണ മേധാവിത്വമോ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അതിന്റെ രസം മനസ്സിലാവുക. കേരളത്തിലെ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ KPSC നാടകങ്ങൾ നടത്തി, പൂക്കാസ പുരോഗമന സാഹിത്യ സംഘക്കാര് ധാരാളം പുസ്തകങ്ങൾ എഴുതി, തെരുവ് നാടകങ്ങൾ നടത്തി, ചെറുകഥകൾ, കവിതകൾ എല്ലാം തന്നെ ബ്രാഹ്മണനെതിരാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ബ്രാഹ്മണന്റെ ശതമാനം എത്രയാ? 22% ഈഴവൻ, 12% നായർ, അതുപോലെ തന്നെ 8%, 9% വിശ്വകർമ്മർ, 6% പട്ടികജാതി പട്ടികവർഗം എന്നൊക്കെ പറയുന്നത് പോലെ കേരളത്തിലെ ബ്രാഹ്മണർ എത്ര ശതമാനം ഉണ്ടെന്ന് ആരും ചോദിക്കാത്ത എന്തുകൊണ്ടാണ്? ആർക്കും ചോദിക്കാൻ താല്പര്യമില്ല. കാരണം കേരളത്തിൽ ബ്രാഹ്മണൻ 1% പോലും ഇല്ല. കേരള ജനസംഖ്യയിൽ 1% ഇല്ല. എന്നാൽ 3/4% ഉണ്ടോ? അതുമില്ല. എന്നാൽ 1/2% ഉണ്ടോ? അതുമില്ല. എന്നാൽ 1/4% ഉണ്ടോ? 1/4% പോലും ഇല്ല. കേരള ജനസംഖ്യയുടെ 1%, 3/4%, 1/2%, 1/4% ഇല്ലാത്ത ബ്രാഹ്മണനെ കാണിച്ച് പേടിപ്പിക്കുകയാണ് ബ്രാഹ്മണ മേധാവിത്വം. ഇന്നത്തെ കാര്യത്തിൽ നമ്മളെടുത്ത് നോക്കൂ. ഗൗഡ സാരസ്വത ബ്രാഹ്മണർ എന്ന് പറഞ്ഞ് ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഇവിടെ വന്ന് വലിയ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ഭീമ, കല്യാൺ ഇങ്ങനെയൊക്കെ ഉള്ളവരെ മാറ്റി നിർത്തിയാൽ മലയാളി ബ്രാഹ്മണരില് എത്ര പേർക്ക് ബെൻസ് കാറുണ്ട്? മലയാളി ബ്രാഹ്മണരിൽ എത്ര പേർക്ക് ഓഡി കാറുണ്ട്? മലയാളി ബ്രാഹ്മണർക്ക് എത്ര പേർക്കുണ്ട് റോൾസ് റോയ്സ് കാറുണ്ട്? ഈ പറഞ്ഞ രീതിയിലൊന്ന് എടുത്തു നോക്കൂ. മലയാളി ബ്രാഹ്മണർക്ക്, കേരള ബ്രാഹ്മണർക്ക് എവിടെയെങ്കിലും ടൗണിലോ മറ്റോ സ്ഥലമുണ്ടോ? മലയാളി ബ്രാഹ്മണർക്ക് എത്ര കോളേജ് ഉണ്ട്, എത്ര സ്കൂളുണ്ട്, എത്ര ഫാക്ടറി ഉണ്ട്, എത്ര ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, എത്ര എസ്റ്റേറ്റ് ഉണ്ട്? ഇതൊന്നും ആരും ചോദിക്കില്ല. എന്നിട്ട് ആ ബ്രാഹ്മണനെ കാണിച്ച് പേടിപ്പിക്കുക. ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഒന്നാമത്തെ തന്ത്രം. അതുകൊണ്ട് ഇല്ലാത്ത ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടെന്ന് വരുത്തുക. നേരെ മറിച്ച് സവർണർ അവർണരെ അടിച്ചമർത്തുന്നു എന്നുള്ള കള്ളം പ്രചരിപ്പിക്കുക. സത്യത്തിൽ ഇവിടെ സാമൂഹ്യ പരിഷ്കരണത്തിനൊക്കെ നേതൃത്വം കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് സവർണന്മാരായിരുന്നു. അതായത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സവർണനായ മന്നത്ത് പത്മനാഭൻ നടത്തിയ സവർണ ജാഥ, വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്ത് രാജാവിനെ കാണാൻ വേണ്ടി പോയ സവർണ ജാഥ. ആർക്ക് വേണ്ടിയ സവർണ ജാഥ? അവർണന് ക്ഷേത്രപ്രവേശനം കൊടുക്കാൻ വേണ്ടി.